Hi dears, welcome to Ashbi Creations. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ഒരു സ്ലീവ് ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കളർ സിൽക്കി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബോർഡർ സൈഡിലായിട്ടാണ് നമ്മുടെ ഒരു ഡിസൈൻ വരുന്നത്. പിന്നെ ഈ ഒരു വൈറ്റ് കളറിലെ കട്ട് ബീഡ്സ് വേണം. അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറിലെ കട്ട് ബീഡ്സും കൂടെ നമുക്ക് വേണം. ഈ ഒരു ഷെയ്ഡിലുള്ള കളർ സിൽക്കി ത്രെഡിൻ്റെ കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പാറ്റേൺ. അതായത് ബോർഡർ ഭാഗത്തായിട്ട് ഇതുപോലെ ഫ്ലവേഴ്സാണ് വരുന്നത്. അതിൻ്റെ മുകളിലത്തെ ഡോട്ട്സ് വന്നിട്ടുള്ളത് എല്ലാം നമുക്ക് ബീഡ്സാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ബോർഡർ ഭാഗമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലൂ കളറിലെ ബീഡ്സ് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മുൻപിലായിട്ട് നീക്കിയിട്ട് ത്രെഡ് എടുക്കുക. പിന്നെ അടുത്ത ഒരു ബീഡ്സ് എടുത്തിട്ട് ബാക്കിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആ ഒരു ബോർഡർ ഭാഗത്ത് നമുക്ക് ഈ ഒരു കളർ ബീഡ്സ് ഫുള്ളായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബോക്സിനകത്താണ് നമ്മുടെ ഈ ഫ്ലവേഴ്സൊക്കെ വന്ന് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ പിക്ചറിൽ കണ്ട പോലെ താഴത്തെ ലൈൻ മുകളിൽ ഞാൻ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലവേഴ്സ് നിൽക്കുന്ന വിധത്തിൽ ഒരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ബീഡ്സൊക്കെ ഫിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പാർട്ടി വെയർ സ്ലീവ് ഡിസൈനാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ ബീഡ്സും ത്രെഡും മാത്രമേ നമുക്കിതിൽ വരുന്നുള്ളൂ. ബാക്കി ബീഡ്സിൽ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തും കൂടെ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ബോക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലവറാണ് ചെയ്യുന്നത്. ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു രണ്ട് ഫ്രഞ്ച് നോട്ട് നമ്മൾ 2 പ്രാവശ്യം ഒന്ന് നീഡിലിൽ ത്രെഡ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ട് അതിന് ചുറ്റിനുമാണ് നമ്മൾ റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ 2 ടൈംസ് നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ത്രെഡൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പതിയെ സാവകാശം താഴേക്ക് വലിച്ചു കൊടുത്താൽ മതി. നമ്മൾ റിംഗ് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഫ്ലവറും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. നമ്മൾ റൗണ്ട്സ് കൊടുത്തിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം. നമുക്കിനി അടുത്ത കളർ എന്ന് പറയുന്നത് അടുത്ത ബ്ലൂ കളർ. അതായത് ഡാർക്കാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ലൈറ്റ് ആയിട്ടുള്ള കളറും കാണിച്ചല്ലോ. അപ്പോൾ ആ ഒരു കളർ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ മുകളിലേക്ക് കുറേ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പാറ്റേണിൽ. ആ ഒരു ഡോട്ട്സ് വന്നിട്ടുള്ള ഭാഗത്തൊക്കെ നമ്മുടെ ഈ ഒരു കട്ട് ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കണേ. മുകളിലേക്ക് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് മുകളിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം.
ഒരു ബ്ലൂ കളറാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ അടുത്തത് വൈറ്റ്, അത് കഴിഞ്ഞിട്ട് അടുത്ത ബ്ലൂ, അങ്ങനെ നമുക്ക് ഒരു ഓർഡറായിട്ട് നമുക്ക് ഈ ഒരു ബീഡ്സൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പിക്ചറിൽ കണ്ട പോലെ ഇങ്ങനെയാണ് വരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്